ശുംസികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ലോഗോസ് ക്രിസ്മസ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ 27 നടക്കാൻ പോകുന്ന ലോഗോസ് പരീക്ഷയ്ക്ക് നിങ്ങൾ എല്ലാവരും വളരെ നന്നായിട്ട് പഠിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കുകയാണ്. ഒരു വളരെ സന്തോഷ വാർത്തയുള്ളത്, കഴിഞ്ഞ വർഷത്തെ പോലെ 400 ചോദ്യങ്ങൾ PDF ഈ വർഷവും POC തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും 78 ചോദ്യങ്ങളെങ്കിലും മിനിമം ചോദിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ചോദ്യങ്ങൾ ഒരു വീഡിയോ രൂപത്തിൽ ഈ ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആവർത്തിച്ച് കണ്ട് ഈ ചോദ്യങ്ങൾ മനഃപ്പാഠമാക്കാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു 80 മാർക്കെങ്കിലും വളരെ എളുപ്പത്തിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. കൂടുതൽ മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഓരോ അധ്യായത്തിന് വിശദമായ വീഡിയോകൾ ഈ ചാനൽ നമ്മൾ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ കയറി കാണുക. പ്രത്യേകിച്ച് തിരക്കുകാരാണ്, ലോഗോസിന് പഠിക്കേണ്ട, എഴുതുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്കാണ് ഈ ഒരു അവസരം. അവർ നന്നായിട്ട് ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലോഗോസിനായിട്ടൊക്കെ പഠിച്ചൊരുങ്ങുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഈ കാര്യം ഓർമ്മിക്കുക. ലോഗോസിന് പഠിച്ച് ഒരുപാട് മാർക്ക് വാങ്ങുക എന്നതിലുപരിയായിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കാനും പഠിക്കാനും അറിയാനുള്ള അവസരമായി കൂടി നിങ്ങൾ ഇതിനെ പ്രയോജനപ്പെടുന്ന ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ ലോഗോസിന് പഠിച്ചൊരുങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 1. ആരുടെ കാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ഉത്തരം: ന്യായാധിപന്മാരുടെ. 2. മൊവാബ് ദേശത്ത് കുടിയേറി പാർത്തത് ആരാണ്? ഉത്തരം: യൂദായിലെ ഒരു ബത്ലേഹംകാരൻ എലിമെലെക്. 3. നവോമിയുടെ പുത്രന്മാരുടെ പേര് എന്താണ്? ഉത്തരം: മഹ്ലോൻ, കിലിയോൻ. 4. അവർ യൂദായിലെ ബത്ലേഹേമിൽ നിന്നുള്ള ഡാഷ് ആയിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം: എഫ്രാത്യർ. 5. എന്ത് കേട്ടപ്പോഴാണ് നവോമി മരുമക്കളോടുകൂടെ മൊവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത്? ഉത്തരം: കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു. 6. ആരാണ് അമ്മായിയമ്മയെ ചുംബിച്ച് വിട വാങ്ങിയത്? ഉത്തരം: ഓർഫ. 7. ഓർഫ ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയെന്നാണ് നവോമി പറയുന്നത്? ഉത്തരം: ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും. 8. നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത് ആര്? ഉത്തരം: പട്ടണം മുഴുവൻ. 9. പൂരിപ്പിക്കുക. എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്. ഉത്തരം: മാറ. 10. നവോമി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം: സന്തുഷ്ട. 11. എപ്പോഴാണ് നവോമിയും റൂത്തും ബത്ലഹേമിൽ എത്തിയത്? ഉത്തരം: ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. 12. കർത്താവിന്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: നവോമി. 13. നവോമിയുടെ ഭർതൃഗൃഹത്തിൽ ഉണ്ടായിരുന്ന ധനികൻ ആരാണ്? ഉത്തരം: ബോവാസ്. 14. ആരുടെ വയലിലാണ് റൂത്ത് എത്തിച്ചേർന്നത്? ഉത്തരം: എലിമെലെക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിൽ. 15. ബോവാസ് എന്ത് പറഞ്ഞാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? ഉത്തരം: കർത്താവ് നിങ്ങളോട് കൂടെ. 16. ചോദ്യം: കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തത് എങ്ങനെയാണ്? ഉത്തരം: കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. 17. കാല പെറുക്കിയത് മെതിച്ചപ്പോൾ എത്രയുണ്ടായിരുന്നു? ഉത്തരം: 1 എഫ ബാർലി. 18. വിളവെടുപ്പ് കഴിയുന്നതുവരെ റൂത്ത് ആരോട് ചേർന്ന് നിന്നാണ് കാല പെറുക്കിയത്? ഉത്തരം: ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന് നിന്ന്. 19. ചോദ്യം:
കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് എന്താണ് ചോദിച്ചത്? ഉത്തരം: ആരാണ് ഈ യുവതി? 20. നവോമിയോടൊപ്പം മൊവാബിൽ നിന്ന് വന്ന മൊവാബ്യ സ്ത്രീയാണിവൾ എന്ന് മറുപടി നൽകിയത് ആരാണ്? ഉത്തരം: ഭൃത്യൻ. 21. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? എങ്ങനെയാണ് റൂത്ത് ഈ ചോദ്യം ഉന്നയിച്ചത്? ഉത്തരം: സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. 22. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞ കാര്യങ്ങളിൽ അപ്പം എങ്ങനെ ഭക്ഷിക്കാനാണ് പറയുന്നത്? ഉത്തരം: വീഞ്ഞിൽ മുക്കി. 23. റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? ഉത്തരം: അമ്മായിയമ്മയെ. 24. മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? ആര് ആരോട് പറഞ്ഞു? ഉത്തരം: നവോമി റൂത്തിനോട്. 25. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടയായപ്പോൾ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? ഉത്തരം: ധാന്യകൂമ്പാരത്തിന്റെ അരികിൽ. 26. ബോവാസ് എത്ര അളവ് ബാർലിയാണ് റൂത്തിന്റെ തലയിൽ വെച്ചുകൊടുത്തത്? ഉത്തരം: 6. 27. കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. ആരാണ് ഇത് പറഞ്ഞത്? ഉത്തരം: നവോമി. 28. റൂത്ത് എങ്ങനെയാണ് മെതിക്കളത്തിലേക്ക് ചെന്നത്? ഉത്തരം: കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്. 29. അർദ്ധരാത്രിയിൽ ബോവാസ് ഞെട്ടി ഉണർന്നപ്പോൾ കണ്ടത് എന്താണ്? ഉത്തരം: കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. 30. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്, പൂരിപ്പിക്കുക. ഉത്തരം: ഔദാര്യം. 31. ആരാണ് കാര്യം തീരുമാനിക്കുന്നത് വരെ അടങ്ങിയിരിക്കുകയില്ലാത്തത്? ഉത്തരം: ബോവാസ്. 32. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുമ്പ് നിലവിലിരുന്ന നിയമം എന്താണ്? ഉത്തരം: ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തന്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. 33. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തത് ആരെല്ലാം? ഉത്തരം: റാഹേൽ, ലേയ. 34. ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? ഉത്തരം: എഫ്രാത്തിൽ. 35. ബോവാസ് എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? ഉത്തരം: ബെത്ലഹേമിൽ. 36. റൂത്തിന് ജനിച്ച പുത്രന് പേരിട്ടത് ആര്? ഉത്തരം: അയൽക്കാരായ സ്ത്രീകൾ. 37. ഹെബ്രോന്റെ പിതാവ് ആര്? ഉത്തരം: പേരസ്. 38. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: ബന്ധു ബോവാസിനോട്. 39. നഗരത്തിൽ നിന്ന് ബോവാസ് ആരെയാണ് വിളിച്ചു കൊണ്ടുവന്നത്? ഉത്തരം: ശ്രേഷ്ഠരായ 10 പേര്. 40. ചോദ്യം: ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചതിന് ആരൊക്കെയാണ് സാക്ഷികൾ? ഉത്തരം: ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും. 41. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആരെ പോലെയാക്കട്ടെ എന്നാണ് സാക്ഷികൾ പറഞ്ഞത്? ഉത്തരം: ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ, ലയ എന്നിവരെ പോലെ. തുടർന്ന് സഭാപ്രസംഗകന്റെ പുസ്തകത്തിലെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്
നമ്മൾ കാണാനായിട്ട് പോകുക. 42 എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ്? ഉത്തരം ഭൂമി. 43 ഡാഷ് വരുന്നു പോകുന്നു. ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. വിട്ടുപോയത് പൂരിപ്പിക്കുക. ഉത്തരം തലമുറകൾ. 44 വ്യഗ്രതയോടെ ചെയ്യാൻ മനുഷ്യനെ ജോലികൾ ഏൽപ്പിച്ചത് ആരാണ്? ഉത്തരം ദൈവം. 45 എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ്. ഏതെല്ലാം? ഉത്തരം സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവർത്തികളും. 46 സഭാപ്രസംഗകൻ 1:15 അനുസരിച്ച് അസാധ്യമായത് എന്താണ്? ഉത്തരം ഇല്ലാത്തത് എണ്ണുക. 47 അറിവ് വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുന്നത് എന്താണ്? ഉത്തരം വ്യസനം. 48 ജെറുസലേമിൽ രാജാവും ദാവീദിന്റെ പുത്രനും ആര്? ഉത്തരം സഭാപ്രസംഗകൻ. 49 സകലവും മനുഷ്യന് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ക്ലേശഭൂയിഷ്ടം. 50 ആർക്കും കഴിയില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്താണ്? ഉത്തരം വളഞ്ഞത് നേരെയാകാൻ. 51 ചോദ്യം ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെക്കാൾ അധികം ഞാൻ സമ്പാദിച്ചു. എന്ത്? ഉത്തരം ജ്ഞാനം. 52 ദുഃഖമേറുന്നത് എപ്പോഴാണ്? ഉത്തരം ജ്ഞാനമേറുമ്പോൾ. 53 ചിരി ഭ്രാന്താണെന്നും ഡാഷ് നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ഉത്തരം സുഖഭോഗങ്ങൾ. 54 എന്തിനെയെല്ലാമാണ് സഭാപ്രസംഗകൻ വിവേചിച്ചറിയാൻ തുടങ്ങിയത്? ഉത്തരം ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും. 55 ഭോഷത്വത്തെ അതിശയിക്കുന്നത് എന്താണ്? ഉത്തരം ജ്ഞാനം. 56 ഭോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ലഭിക്കാത്തത് എന്താണ്? ഉത്തരം ശാശ്വത സ്മരണ. 57 ദുഃഖസങ്കുലമായിട്ടുള്ളത് എന്താണ്? ഉത്തരം അധ്വാനം. 58 ആർക്കാണ് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത്? ഉത്തരം തന്നെ പ്രസാദിപ്പിക്കുന്നവന്. 59 ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി ലഭിക്കുന്നത് ആർക്കാണ്? ഉത്തരം പാപിക്ക്. 60 തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം പ്രദാനം ചെയ്യുന്നത് എന്താണ്? ഉത്തരം ജ്ഞാനവും അറിവും ആനന്ദവും. 61 ആർക്ക് കാണാനാണ് കണ്ണുള്ളത്? ഉത്തരം ജ്ഞാനിക്ക്. 62 ഭോഷൻ നടക്കുന്നത് എവിടെ? ഉത്തരം ഇരുട്ടിൽ. 63 ആരിൽ നിന്നകന്ന് രക്ഷിക്കാനോ ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം ദൈവത്തിൽ നിന്ന്. 64 മനുഷ്യ മനസ്സിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. 65 മനുഷ്യന് ആദന്ത്യം ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് എന്താണ്? ഉത്തരം ദൈവത്തിന്റെ പ്രവർത്തികൾ. 66 ഡാഷ് ശാശ്വതമാണെന്ന് സഭാപ്രസംഗകൻ അറിയുന്നു. പൂരിപ്പിക്കുക. ഉത്തരം ദൈവത്തിന്റെ പ്രവർത്തികളല്ല. 67 എന്തിനെയാണ് ദൈവം യഥാകാലം തിരികെ കൊണ്ടുവരുന്നത്? ഉത്തരം കടന്നുപോയ ഓരോന്നിനെയും. 68 സൂര്യന് കീഴെ നീതി പുലരേണ്ടതായ ഏതിടത്താണ് തിന്മ കുടികൊള്ളുന്നതായി കണ്ടത്? ഉത്തരം ന്യായപീഠത്തിൽ. 69 ആരെയെല്ലാം ദൈവം വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? ഉത്തരം
നീതിമാനെയും ദുഷ്ടനെയും. 70 ഒന്ന് ചാകുന്നതും ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം മനുഷ്യമക്കളും മൃഗങ്ങളും. 71 കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, ഡാഷ് വിട്ടുപോയത് പൂരിപ്പിക്കുക. ഉത്തരം വിലപിക്കാൻ ഒരു കാലം. 72 ആര് വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് സഭാപ്രസംഗകൻ കരുതിയത്? ഉത്തരം മനുഷ്യമക്കൾ. 73 ആർക്കാണ് മൃഗത്തെക്കാൾ യാതൊരു മേന്മയും ഇല്ലാത്തത്? ഉത്തരം മനുഷ്യന്. 74 എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ ഡാഷ് ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു, പൂരിപ്പിക്കുക. ഉത്തരം പരസ്പര സ്പർദ്ധയുടെ. 75 ആരാണ് കൈയും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത്? ഉത്തരം ഭോഷൻ. 76 ഇരു കൈകളും നിറയുള്ള അധ്വാനത്തെക്കാളും പാഴ്വയലേക്കാളും ഉത്തമമായിട്ടുള്ളത് എന്താണ്? ഉത്തരം ഒരു പിടി സ്വസ്ഥത. 77 പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അറുതിയില്ലാത്തത് എന്തിന്? ഉത്തരം അധ്വാനത്തിന്. 78 എത്രയായാലും അവന് മതി വരുന്നില്ല, പൂരിപ്പിക്കുക. ഉത്തരം ധനം. 79 വേഗം പൊട്ടുകയില്ലാത്തത് എന്താണ്? ഉത്തരം മുപ്പിരിച്ചരട്. 80 ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദമായത് ആര്? ഉത്തരം നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. 81 സഭാപ്രസംഗകൻ 4:7 പ്രകാരം മിഥ്യ കണ്ടതെവിടെ? ഉത്തരം സൂര്യന് കീഴെ. 82 സൂര്യന് കീഴെ വീണ്ടും ഞാൻ ഡാഷ് കണ്ടു, പൂരിപ്പിക്കുക. ഉത്തരം മിഥ്യ. 83 എവിടെ പോകുമ്പോഴാണ് സൂക്ഷ്മതയുള്ളവനായിരിക്കേണ്ടത്? ഉത്തരം ദേവാലയത്തിൽ. 84 തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാത്തത് ആരാണ്? ഉത്തരം ഭോഷന്മാർ. 85 എപ്പോഴെല്ലാമാണ് മൂഢജൽപ്പനമാകുന്നത്? ഉത്തരം വാക്കുകളേറുമ്പോൾ. 86 അവിടത്തേക്ക് പ്രീതിയില്ലാത്തത് ആരിൽ? ഉത്തരം മൂഢരിൽ. 87 സ്വപ്നങ്ങളേറുമ്പോൾ വർദ്ധിക്കുന്നത് എന്താണ്? ഉത്തരം പൊള്ളവാക്കുകൾ. 88 ആർക്കാണ് സുഖനിദ്ര ലഭിക്കുന്നത്? ഉത്തരം അധ്വാനിക്കുന്നവന്. 89 ധനികന്റെ ഉറക്കം കെടുത്തുന്നത് എന്താണ്? ഉത്തരം അമിത സമ്പാദ്യം. 90 ആരാണ് തന്റെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നത്? ഉത്തരം ധനികൻ. 91 തെറ്റുപറ്റിയതാണെന്ന് ആരോട് പറയാൻ ഇടവരുത്തരുതെന്നാണ് പറയുന്നത്? ഉത്തരം ദൂതനോട്. 92 ദുസ്വപ്നങ്ങൾ കൂടുന്നത് എപ്പോഴാണ്? ഉത്തരം ആകുലതയേറുമ്പോൾ. 93 ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് നൽകുന്നത് എന്താണ്? ഉത്തരം സമ്പത്ത്, ഐശ്വര്യം, കീർത്തി. 94 മനുഷ്യന്റെ അധ്വാനം എന്തിനു വേണ്ടിയാണ്? ഉത്തരം ഉദര പൂരണത്തിന്. 95 സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഉത്തരം കൺമുമ്പിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്. 96 വാക്കുകളുടെ പെരുപ്പം എന്തിന്റെ പെരുപ്പമാണ്? ഉത്തരം മിഥ്യയുടെ. 97 സൂര്യന് കീഴെ ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് 6:1 സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ.
തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. 98 യോഹന്നാന്റെ സുവിശേഷത്തിന്റെ രചന എന്ന് എവിടെ വെച്ച് പൂർത്തീകരിച്ചു? ഉത്തരം AD 95 എഫേസോസിൽ വെച്ച്. 99 യോഹന്നാന്റെ സുവിശേഷത്തെ എങ്ങനെയെല്ലാം വിശേഷിപ്പിക്കാം? ഉത്തരം വിശ്വാസത്തിന്റെ സുവിശേഷം, ജീവന്റെ സുവിശേഷം. 100ാമത്തെ ചോദ്യം, 4ാം സുവിശേഷത്തെ പ്രധാനമായും തരംതിരിക്കുന്നത് എങ്ങനെ? ഉത്തരം അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിന്റെ പുസ്തകം. 101 ദൈവം അയച്ച മനുഷ്യൻ ആരാണ്? ഉത്തരം യോഹന്നാൻ. 102 യോഹന്നാൻ വന്നത് എന്തിനായിരുന്നു? ഉത്തരം സാക്ഷ്യത്തിനായി. 103 യോഹന്നാൻ എന്തിന് സാക്ഷ്യം നൽകാനാണ് വന്നത്? ഉത്തരം വെളിച്ചത്തിന്. 104 സ്വജനത്തിന്റെ അടുത്തേക്ക് വന്ന ദൈവം അയച്ച മനുഷ്യനോട് അവർ പ്രതികരിച്ചത് എങ്ങനെ? ഉത്തരം അവനെ സ്വീകരിച്ചില്ല. 105 കാരണം എനിക്ക് മുമ്പ് തന്നെ അവനുണ്ടായിരുന്നു. ഈ വാക്യത്തിന് മുമ്പ് യോഹന്നാൻ പറയുന്നത് എന്താണ്? ഉത്തരം എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. 106 യേശുവിന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എന്ത് സ്വീകരിച്ചു? ഉത്തരം കൃപയ്ക്കുമേൽ കൃപ. 107 ദൈവത്തെ ആരാണ് വെളിപ്പെടുത്തിയത്? ഉത്തരം ദൈവം തന്നെയായ ഏകജാതൻ. 108 നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് അയച്ചത് ആരെയാണ്? ഉത്തരം പുരോഹിതന്മാരെയും ലേവ്യരെയും. 109 പുരോഹിതരും ലേവ്യരും യോഹന്നാനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഉത്തരം 6. 110 കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. ഇത് ആരുടെ പ്രവചനമാണ്? ഉത്തരം ഏശയ്യാ ദീർഘദർശി. 11 നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഇതിനുശേഷം യോഹന്നാൻ പറഞ്ഞതെന്ത്? ഉത്തരം എന്റെ പിന്നാലെ വരുന്നവൻ, അവന്റെ ചുരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. 112 യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് എവിടെയാണ്? ഉത്തരം ജോർദാനിൽ. 113 ബെഥാനിയ എവിടെയാണ്? ഉത്തരം ജോർദാന്റെ അക്കരെ. 114 യോഹന്നാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്തുവാൻ വേണ്ടി. 115 യോഹന്നാൻ തന്റെ ശിഷ്യരിൽ 2 പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞതെന്താണ്? ഉത്തരം ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. 116 അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടി എന്താണ്? ഉത്തരം വന്നു കാണുക. 117 യേശു വന്നു കാണുക എന്ന് പറഞ്ഞ സമയം ഏതാണ്? ഉത്തരം ഏകദേശം 10-ാം മണിക്കൂർ. 118 യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച 2 പേരിൽ ഒരുവൻ ആരായിരുന്നു? ഉത്തരം ശിമോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ്. 119 ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടുവെന്ന് അന്ത്രയോസ് ആരോടാണ് ആദ്യം പറഞ്ഞത്? ഉത്തരം ശിമയോനോട്. 120 ശിമയോനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം അന്ത്രയോസ്. 121 യേശു ശിമയോനെ നോക്കി പറഞ്ഞത് എന്താണ്? ഉത്തരം നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്നു നീ വിളിക്കപ്പെടും. 122 പിറ്റേ ദിവസം യേശു ഗലീലിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ആരോടാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത്? ഉത്തരം പീലിപ്പോസിനോട്. 123 മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥത്തിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ
അവനെ ഞങ്ങൾ കണ്ടു. ആര് ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഫിലിപ്പോസ് നഥാനിയേലിനോട്. 124 ഗലീലയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നത് എന്നാണ്? ഉത്തരം 3-ാം ദിവസം. 125 കാനായിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ പറഞ്ഞതെന്ത്? ഉത്തരം അവർക്ക് വീഞ്ഞില്ല. 126 അമ്മ പരിചാരകരോട് പറഞ്ഞത് എന്ത്? ഉത്തരം അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. 127 യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കാൻ എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? ഉത്തരം 6. 128 ഓരോ കൽഭരണിയും എത്ര അളവ് കൊള്ളുമായിരുന്നു? ഉത്തരം 2-3 അളവ്. 129 യേശു പരിചാരകരോട് കൽപ്പിച്ചത് എന്താണ്? ഉത്തരം ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. 130 അത് എവിടെ നിന്നാണെന്ന് അറിഞ്ഞില്ലായിരുന്നത് ആരാണ്? ഉത്തരം കലവറക്കാരൻ. 131 കാനായിലെ അത്ഭുതത്തിന്റെ ഫലമായി ആരാണ് യേശുവിൽ വിശ്വസിച്ചത്? ഉത്തരം അവന്റെ ശിഷ്യന്മാർ. 132 കാനായിലെ അത്ഭുതത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? ഉത്തരം കഫർനാമിലേക്ക്. 133 എന്തിനെയെല്ലാമാണ് ദേവാലയത്തിൽ വിറ്റിരുന്നത്? ഉത്തരം കാള, ആട്, പ്രാവ്. 134 ഇവയെ ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുവിൻ എന്ന് യേശു ആരോടാണ് പറഞ്ഞത്? ഉത്തരം പ്രാവുകളെ വിൽക്കുന്നവരോട്. 135 നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്ന് യേശു പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം പിതാവിന്റെ ആലയത്തെക്കുറിച്ച്. 136 ദേവാലയം നശിപ്പിച്ചാൽ എത്ര ദിവസം കൊണ്ടാണ് യേശു അത് പുനരുദ്ധരിക്കുക? ഉത്തരം 3 ദിവസം. 137 ജെറുസലേം ദേവാലയം പണിയാൻ എത്ര വർഷം എടുത്തു? ഉത്തരം 46 സംവത്സരം. 138 യേശു പറഞ്ഞ ദേവാലയം ഏതാണ്? ഉത്തരം തന്റെ ശരീരമാകുന്ന ദേവാലയം. 139 വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിച്ചത് ആരാണ്? ഉത്തരം ശിഷ്യന്മാർ. 140 യേശുവാകട്ടെ അവരെ വിശ്വസിക്കാതിരുന്നതിന്റെ കാരണം എന്താണ്? ഉത്തരം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. 141 യേശുവിന് ആരെ പറ്റിയാണ് ആരുടെയും സാക്ഷ്യം ആവശ്യമില്ലാതിരുന്നത്? ഉത്തരം മനുഷ്യനെ പറ്റി. 142 രാത്രിയിൽ യേശുവിന്റെ അടുത്ത് വന്ന യഹൂദ പ്രമാണി ആരാണ്? ഉത്തരം നിക്കദമോസ്. 143 നിക്കദമോസ് യേശുവിനെ എങ്ങനെ അഭിസംബോധന ചെയ്തു? ഉത്തരം റബ്ബി. 144 ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഡാഷ് പ്രവർത്തിക്കാൻ കഴിയുകയില്ല, പൂരിപ്പിക്കുക. ഉത്തരം അടയാളങ്ങൾ. 145 വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ഡാഷ് കാണാൻ കഴിയുകയില്ല, പൂരിപ്പിക്കുക. ഉത്തരം ദൈവരാജ്യം. 146 വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നതിന്റെ ഗ്രീക്ക് മൂലാർത്ഥം എന്താണ്? ഉത്തരം ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. 147 ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചത് ആരാണ്? ഉത്തരം നിക്കദമോസ്. 148 നീ ഇസ്രായേലിലെ ഗുരുവല്ല എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? ഉത്തരം നിക്കദമോസിനോട്. 149 യേശു എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഉത്തരം അറിയുന്നവയെ പറ്റി. 150 യേശു എന്തിനെ കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഉത്തരം കണ്ടവയെ പറ്റി. 151 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഡാഷ് അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല, പൂരിപ്പിക്കുക. ഉത്തരം മനുഷ്യപുത്രൻ. 152 മോശ എവിടെയാണ് സർപ്പത്തെ ഉയർത്തിയത്? ഉത്തരം മരുഭൂമിയിൽ. 153
ആരാണ് പ്രകാശത്തെ വെറുക്കുന്നത്? ഉത്തരം തിന്മ പ്രവർത്തിക്കുന്നവൻ. 154. ആരാണ് വെളിച്ചത്തിലേക്ക് വരുന്നത്? ഉത്തരം സത്യം പ്രവർത്തിക്കുന്നവൻ. 155. സത്യം പ്രവർത്തിക്കുന്നവന്റെ പ്രവർത്തികൾ ഡാഷ് ചെയ്യുന്നവയാണെന്ന് വെളിപ്പെടുത്തുന്നു. ഉത്തരം ദൈവത്തിൽ. 156. യേശുവും നിക്കതമോസും സംസാരിച്ചതിനു ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? ഉത്തരം യൂദയ ദേശത്തേക്ക്. 157. യേശു എവിടെയാണ് സ്നാനം നൽകിയത്? ഉത്തരം യൂദയാദേശത്ത്. 158. യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? ഉത്തരം സാലീമിനടുത്തുള്ള ഏനോനിൽ. 159. ആര് തമ്മിലാണ് ശുദ്ധീകരണത്തെ പറ്റി തർക്കമുണ്ടായത്? ഉത്തരം യോഹന്നാന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും. 160. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന ഡാഷ് അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം സ്നേഹിതൻ. 161. എല്ലാവർക്കും ഉപരിയായിട്ടുള്ളവൻ ആരാണ്? ഉത്തരം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ. 162. ആരാണ് ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നത്? ഉത്തരം ദൈവം അയച്ചവൻ. 163. പുത്രനിൽ വിശ്വസിക്കുന്നവന് ഡാഷ് ലഭിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം നിത്യജീവൻ. 164. പുത്രനെ അനുസരിക്കാത്തവൻ ദർശിക്കാത്തത് എന്ത്? ഉത്തരം ജീവൻ. 165. പുത്രനെ അനുസരിക്കാത്തവന്റെ മേൽ ഡാഷ് ഉണ്ട്. പൂരിപ്പിക്കുക. ഉത്തരം ദൈവകോപം. 166. സമരിയായിൽ യേശു എത്തിച്ചേർന്ന പട്ടണമേത്? ഉത്തരം സിക്കാർ. 167. യേശു കിണറിന്റെ കരയിൽ ഇരുന്ന സമയം ഏത്? ഉത്തരം ഏകദേശം 6 മണിക്കൂർ. 168. യേശു സമരിയാക്കാരി സ്ത്രീയോട് എന്താണ് പറഞ്ഞത്? ഉത്തരം എനിക്ക് കുടിക്കാൻ തരിക. 169. ആര് തമ്മിലാണ് സമ്പർക്കമില്ലാതിരുന്നത്? ഉത്തരം യഹൂദരും സമരിയാക്കാരും. 170. സമരിയാക്കാരി സ്ത്രീ യേശുവിനെ എങ്ങനെ അഭിസംബോധന ചെയ്തു? ഉത്തരം പ്രഭോ. 171. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ഡാഷ് തരികയും ചെയ്യുമായിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം ജീവജലം. 172. സമരിയാക്കാരി സ്ത്രീ യേശുവിനെ ആരാണെന്ന് പറഞ്ഞു? ഉത്തരം പ്രവാചകൻ. 173. യഥാർത്ഥമായ ആരാധന സ്ഥലം എവിടെയാണെന്നാണ് സമരിയാക്കാരി പറഞ്ഞത്? ഉത്തരം ജെറുസലേമിൽ. 174. രക്ഷ ആരിൽ നിന്നാണ്? ഉത്തരം യഹൂദരിൽ. 175. ഡാഷ് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം യഥാർത്ഥ ആരാധകർ. 176. ദൈവത്തെ ആരാധിക്കുന്നവൻ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? ഉത്തരം ആത്മാവിലും സത്യത്തിലും. 177. സമരിയാക്കാരി സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് എവിടേക്കാണ് പോയത്? ഉത്തരം പട്ടണത്തിലേക്ക്. 178. യേശു സമരിയാക്കാരിയോടൊപ്പം എത്ര ദിവസം താമസിച്ചു? ഉത്തരം 2 ദിവസം. 179. സമരിയാക്കാരിൽ നിന്ന് യേശു എവിടേക്കാണ് പോയത്? ഉത്തരം ഗലീലിലേക്ക്. 180. ആസന്നമരണനായ മകനെ സുഖപ്പെടുത്തണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചത് ആരാണ്? ഉത്തരം കഫർനാമിലെ ഒരു രാജസേവകൻ. 181. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ആരാണ് എതിരെ വന്നത്? ഉത്തരം ഭൃത്യന്മാർ. 182. രാജസേവകന്റെ മകൻ സുഖം പ്രാപിച്ചത് എപ്പോഴാണ്? ഉത്തരം 7 മണിക്കൂറിൽ. 189. യൂദായിൽ നിന്ന് ഗലീലിലേക്ക് വന്ന ശേഷം യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏത്? ഉത്തരം രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തിയത്. 184. ബെത്സയിദ കുളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജെറുസലേമിൽ അജവാതിലിനടുത്ത്. 185. ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് യേശു എവിടെ വെച്ചാണ് പറഞ്ഞത്?
ഉത്തരം ദേവാലയത്തിൽ വെച്ച്. 186 കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ എന്തു ചെയ്യരുതെന്നാണ് യേശു പറയുന്നത്? ഉത്തരം മേലിൽ പാപം ചെയ്യരുത്. 187 വിധി മുഴുവൻ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഉത്തരം പുത്രനെ. 188 പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുവാൻ അവിടുന്ന് നൽകിയിരിക്കുന്നത് എന്ത്? ഉത്തരം വരം. 189 മനുഷ്യപുത്രനായതുകൊണ്ട് എന്തിനുള്ള അധികാരമാണ് നൽകിയിരിക്കുന്നത്? ഉത്തരം വിധിക്കാൻ. 190 ഡാഷ് ഉള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, പൂരിപ്പിക്കുക. ഉത്തരം കല്ലറകളിൽ. 191 സത്യത്തിന് സാക്ഷ്യം നൽകിയവൻ ആര്? ഉത്തരം യോഹന്നാൻ. 192 കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ, ആര്? ഉത്തരം യോഹന്നാൻ. 193 ആരാണ് യേശുവിനെ കുറിച്ച് സാക്ഷ്യം നൽകിയിരിക്കുന്നത്? ഉത്തരം പിതാവ് തന്നെ. 194 ഡാഷ് നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ ഡാഷ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, വിട്ടുപോയത് പൂരിപ്പിക്കുക. ഉത്തരങ്ങൾ വിശുദ്ധ ലിഖിതങ്ങളും നിത്യജീവനും. 195 യേശുവിനെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്താണ്? ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ. 196 മനുഷ്യരിൽ നിന്ന് ഞാൻ ഡാഷ് സ്വീകരിക്കുന്നില്ല, പൂരിപ്പിക്കുക. ഉത്തരം മഹത്വം. 197 ഗലീലി കടലിന്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം തിബേരിയാസ്. 198 യേശു ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയപ്പോൾ ആരാണ് അവനെ അനുഗമിച്ചത്? ഉത്തരം വലിയ ഒരു ജനക്കൂട്ടം. 199 യേശു ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയപ്പോൾ ഏത് തിരുനാളാണ് അടുത്തിരുന്നത്? ഉത്തരം യഹൂദരുടെ പെസഹ തിരുനാൾ. 200 ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആര് ആരോടാണ് ചോദിച്ചത്? ഉത്തരം യേശു പീലിപ്പോസിനോട്. 201 ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ എത്ര ധനാറയുടെ അപ്പം പോലും തികയില്ലെന്നാണ് പറയുന്നത്? ഉത്തരം 200 ധനാറ. 202 എത്ര പുരുഷന്മാരാണ് ഭക്ഷണത്തിനിരുന്നത്? ഉത്തരം 5000-ഓളം. 203 5 ബാർലി അപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ എത്ര കൊട്ട ശേഖരിച്ചു? ഉത്തരം 12 കൊട്ട. 204 ലോകത്തിലേക്ക് വരാനിരുന്ന പ്രവാചകൻ സത്യമായി ഇവനാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം ജനങ്ങൾ. 205 വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ എവിടേക്കാണ് പോയത്? ഉത്തരം കടൽക്കരയിലേക്ക്. 206 ശിഷ്യന്മാർ വെള്ളത്തിൽ കയറി എവിടേക്കാണ് പുറപ്പെട്ടത്? ഉത്തരം കഫർനാമിലേക്ക്. 207 25-30 സ്ഥാദിയോൻ ഏകദേശം എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം 5-6 കിലോമീറ്റർ. 208 ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി എവിടെയാണ് എത്തിയത്? ഉത്തരം കഫർനാമിൽ. 209 പിതാവായ ദൈവം യേശുവിന്റെ മേൽ വച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം അംഗീകാര മുദ്ര. 210 ഡാഷ് അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, പൂരിപ്പിക്കുക. ഉത്തരം മോശ. 211 ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ഡാഷ് നൽകുന്നതത്രേ, പൂരിപ്പിക്കുക. ഉത്തരം ജീവൻ. 212 പിതാവ് എനിക്ക് ഡാഷ് എൻ്റെ അടുത്ത് വരും, പൂരിപ്പിക്കുക. ഉത്തരം നൽകുന്നവരെല്ലാം. 213 അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ എന്നാണ് ഉയർപ്പിക്കേണ്ടത്? ഉത്തരം അന്ത്യദിനത്തിൽ. 214 പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ഡാഷ് ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടം, പൂരിപ്പിക്കുക. ഉത്തരം നിത്യജീവൻ. 215 സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് യേശു പറഞ്ഞതിനാൽ
അവനെതിരെ പെറുപിറുത്തത് ആരാണ്? ഉത്തരം യഹൂദർ. 216 വിശ്വസിക്കുന്നവന് ഡാഷ് ഉണ്ട്, പൂരിപ്പിക്കുക. ഉത്തരം നിത്യജീവൻ. 217 ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ് എന്ന് യേശു പറഞ്ഞപ്പോൾ ആരുടെ ഇടയിലാണ് തർക്കമുണ്ടായത്? ഉത്തരം യഹൂദർക്കിടയിൽ. 218 നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡാഷ് ഉണ്ടായിരിക്കുകയില്ല, പൂരിപ്പിക്കുക. ഉത്തരം ജീവൻ. 219 സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പത്തെക്കുറിച്ച് യേശു എവിടെ വെച്ചാണ് പറഞ്ഞത്? ഉത്തരം കഫർനാമിലെ സിനഗോഗിൽ. 220 ആരാണ് ജീവൻ നൽകുന്നത്? ഉത്തരം ആത്മാവ്. 221 നീയാണ് ഡാഷ് എന്നു ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു, പൂരിപ്പിക്കുക. ഉത്തരം ദൈവത്തിന്റെ പരിശുദ്ധൻ. 222 യേശു എവിടെയാണ് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം ഗലീലിയിൽ. 223 യഹൂദർ യേശുവിനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ എവിടെ സഞ്ചരിക്കാനാണ് യേശു ഇഷ്ടപ്പെടാതിരുന്നത്? ഉത്തരം യൂദായിൽ. 224 എന്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് യേശു എവിടെയാണ് താമസിച്ചത്? ഉത്തരം ഗലീലിയിൽ. 225 അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആരാണ് യേശുവിനെ തിരക്കിയത്? ഉത്തരം യഹൂദർ. 226 ആളുകൾ യേശുവിനെ പറ്റി പരസ്യമായി സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം യഹൂദരെ ഭയന്ന്. 227 ആരാണ് തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നത്? ഉത്തരം സത്യവാൻ. 228 ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത് എന്ന് ആരാണ് ചോദിച്ചത്? ഉത്തരം ജെറുസലേം നിവാസികളിൽ ചിലർ. 229 ഇവൻ തന്നെയാണ് യേശു ക്രിസ്തുവെന്ന് ഒരുപക്ഷെ ഡാഷ് യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? പൂരിപ്പിക്കുക. ഉത്തരം അധികാരികൾ. 230 ജനക്കൂട്ടം യേശുവിനെ കുറിച്ച് പിറുപിറുക്കുന്നത് കേട്ടത് ആര്? ഉത്തരം ഫരിസേയർ. 231 യേശുവിനെ ബന്ധിക്കാൻ സേവകരെ അയച്ചത് ആരാണ്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. 232 അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, അതിനുശേഷം യേശു എവിടേക്കാണ് പോകുന്നത്? ഉത്തരം എന്നെ അയച്ചവന്റെ അടുത്തേക്ക്. 233 യേശു മഹത്വീകരിക്കപ്പെട്ടപ്പോൾ നൽകപ്പെട്ടത് എന്ത്? ഉത്തരം ആത്മാവ്. 234 യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം ചിലർ. 235 യേശു എവിടെ നിന്ന് വരുമെന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? ഉത്തരം ബത്ലഹേമിൽ നിന്ന്. 236 അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം സേവകർ. 237 നിങ്ങളും വഞ്ചിതരായോ? ഇത് ആരുടെ ചോദ്യമാണ്? ഉത്തരം ഫരിസേയരുടെ. 238 ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് ആരാണ് ചോദിച്ചത്? ഉത്തരം നിക്കതമോസ്. 239 എവിടെ നിന്നാണ് അതിരാവിലെ യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത്? ഉത്തരം ഒലിവ് മലയിൽ നിന്ന്. 240 വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം നിയമജ്ഞരും ഫരിസേയരും. 241 യോഹന്നാൻ 8:11 സമാനമായ വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ വേറെ എവിടെയാണ് കാണുക? ഉത്തരം യോഹന്നാൻ 5:14. 242 നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല, ആരുടെ വാക്കുകളാണിവ? ഉത്തരം ഫരിസേയരുടെ. 243 രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം നിയമത്തിൽ. 244 യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും അവനെ പിടിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിരുന്നില്ല. 245 ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ ഡാഷ് നിങ്ങൾ മരിക്കും, പൂരിപ്പിക്കുക. ഉത്തരം പാപത്തിൽ.
246 ഡാഷിനെ കുറിച്ചാണ് യേശു തങ്ങളോട് സംസാരിച്ചതെന്ന് അവർക്ക് മനസ്സിലായില്ല. പൂരിപ്പിക്കുക. ഉത്തരം പിതാവിനെ കുറിച്ച്. 247 തന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാരാണ്. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. 248 യേശുവിൽ വിശ്വസിച്ച യഹൂദർ ആരുടെ സന്തതികളാണെന്നാണ് അവകാശപ്പെട്ടത്? ആവർത്തിക്കുന്നു. 248 യേശുവിനെ വിമർശിച്ച യഹൂദർ ആരുടെ സന്തതികളാണെന്നാണ് അവകാശപ്പെട്ടത്? ഉത്തരം അബ്രാഹാമിന്റെ. 249 ആരാണ് ആദ്യം മുതൽ കൊലപാതകി? ഉത്തരം പിശാച്. 250 ആരാണ് ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നത്? ഉത്തരം ദൈവത്തിൽ നിന്നുള്ളവൻ. 251 ആരാണ് യേശുവിനെ മഹത്വപ്പെടുത്തിയത്? ഉത്തരം പിതാവ്. 252 എന്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ആരാണ് ആനന്ദിച്ചത്? ഉത്തരം പിതാവായ അബ്രാഹാം. 253 റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇത് ആരുടെ ചോദ്യമാണ്? ഉത്തരം ശിഷ്യന്മാരുടെ. 254 പകലായിരിക്കുവോളം ചെയ്യേണ്ടത് എന്താണ്? ഉത്തരം എന്നെ അയച്ചവന്റെ പ്രവർത്തികൾ. 255 എന്തു പറഞ്ഞിട്ടാണ് യേശു നിലത്ത് തുപ്പിയത്? ഉത്തരം ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. 256 സീലോഹം എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഉത്തരം ഐക്യപ്പെട്ടവൻ. 257 മുമ്പ് അന്ധനായിരുന്നവനെ ആരുടെ അടുക്കലാണ് കൊണ്ടുവന്നത്? ഉത്തരം ഫരിസേയരുടെ അടുക്കൽ. 258 ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. ആരാണിത് പറഞ്ഞത്? ഉത്തരം ഫരിസേയരിൽ ചിലർ. 259 പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം ഡാഷ് പ്രവർത്തിക്കാൻ കഴിയും? പൂരിപ്പിക്കുക. ഉത്തരം അടയാളങ്ങൾ. 260 അവൻ അന്ധനായിരുന്നുവെന്നും ഇപ്പോൾ കാഴ്ച ലഭിച്ചെന്നും അവന്റെ മാതാപിതാക്കളെ വിളിച്ചു ചോദിക്കുന്നത് വരെ വിശ്വസിക്കാതിരുന്നത് ആരാണ്? ഉത്തരം യഹൂദർ. 261 നിങ്ങളും അവന്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നുവോ? ആരാണ് ചോദിച്ചത്? ഉത്തരം കാഴ്ച ലഭിച്ച മനുഷ്യൻ. 262 ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം പാപികളുടെ. 263 യേശു കാഴ്ച ലഭിച്ച മനുഷ്യനെ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത്? ഉത്തരം മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? 264 യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? ഉത്തരം ന്യായവിധിക്കായി. 265 ഏത് ഉപമ പറഞ്ഞപ്പോഴാണ് ഫരിസേയർ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതിരുന്നത്? ഉത്തരം ആട്ടിൻകൂട്ടത്തിന്റെ ഉപമ. 266 ആരാണ് ആടുകളുടെ വാതിൽ? ഉത്തരം യേശു. 267 യേശുവിന്റെ വാക്കുകൾ മൂലം ആരുടെ ഇടയിലാണ് ഭിന്നത ഉണ്ടായത്? ഉത്തരം യഹൂദരുടെ ഇടയിൽ. 268 ഏതാണ് ശീതകാലത്തെ തിരുനാൾ? ഉത്തരം പ്രതിഷ്ഠയുടെ തിരുനാൾ. 269 യേശു തന്റെ ആടുകൾക്ക് നൽകുന്നത് എന്താണ്? ഉത്തരം നിത്യജീവൻ. 270 ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ഡാഷ് മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. പൂരിപ്പിക്കുക. ഉത്തരം ദൈവദൂഷണം. 271 ദൈവവചനം ആരുടെ അടുത്ത് വന്നുവോ അവരെ ഡാഷ് എന്ന് വിളിച്ചു. പൂരിപ്പിക്കുക. ഉത്തരം ദൈവങ്ങൾ. 272 യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ജോർദാന്റെ മറുകര. 273 ആരാണ് ഒരടയാളവും പ്രവർത്തിക്കാതിരുന്നത്? ഉത്തരം യോഹന്നാൻ. 274 ഈ മനുഷ്യനെ പറ്റി ഡാഷ് പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്. പൂരിപ്പിക്കുക. ഉത്തരം യോഹന്നാൻ. 275 ലാസർ എവിടെ നിന്നുള്ളവനായിരുന്നു? ഉത്തരം ബഥാനിയ. 276 ലാസറിന്റെ മരണവും ഉയർപ്പിക്കലും വിവരിക്കുന്ന അധ്യായം ഏതാണ്? ഉത്തരം യോഹന്നാൻ 11-ാം അധ്യായം. 277 സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടക്കുകയും ചെയ്തത് ആരാണ്? ഉത്തരം മറിയം. 278
ലാസർ രോഗിയായിരിക്കുന്നു എന്ന് അറിയിക്കാൻ യേശുവിന്റെ അടുക്കൽ ആളയച്ചത് ആരാണ്? ഉത്തരം സഹോദരിമാർ. 279. ലാസർ രോഗിയാണെന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് എത്ര ദിവസം കൂടി താമസിച്ചു? ഉത്തരം 2 ദിവസം. 280. നമുക്ക് വീണ്ടും യൂദായിലേക്ക് പോകാം. ആര് ആരോടാണ് പറഞ്ഞത്? ഉത്തരം യേശു ശിഷ്യന്മാരോട്. 281. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായെന്നാണ് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത്? ഉത്തരം 4 ദിവസം. 282. 15 സ്ഥാദിയോൺ ഏകദേശം എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം ഏകദേശം 3 കിലോമീറ്റർ. 283. മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നത് ആരാണ്? ഉത്തരം അനേകം യഹൂദർ. 284. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് അവനെ എതിരേൽക്കാൻ ചെന്നത്? ഉത്തരം മർത്ത. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് വീട്ടിൽ തന്നെ ഇരുന്നത്? ഉത്തരം മറിയം. 286. നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും. ആരാണ് ഇത് പറഞ്ഞത്? ഉത്തരം മർത്ത. 287. നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായി ക്രിസ്തുവാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം മർത്ത. 288. യേശു ആത്മാവിൽ നെടുവീർപ്പിട്ട് അസ്വസ്ഥനായി ചോദിച്ചത് എന്താണ്? ഉത്തരം അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? 289. നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം യഹൂദർ. 290. കർത്താവെ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കുക. ആരാണ് പറഞ്ഞത്? ഉത്തരം മരിച്ചവന്റെ സഹോദരിയായ മർത്ത. 291. വിശ്വസിച്ചാൽ നീ ഡാഷ് ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, പൂരിപ്പിക്കുക. ഉത്തരം ദൈവമഹത്വം. 292. യേശു ഉച്ചസ്വരത്തിൽ പറഞ്ഞത് എന്താണ്? ഉത്തരം ലാസറെ പുറത്തു വരിക. 293. ലാസറിന്റെ അടുക്കൽ വന്നിരുന്നവരിൽ ചിലർ യേശു പ്രവർത്തിച്ച കാര്യം ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഫരിസേയരോട്. 294. വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും ആരാണ് വന്ന് നശിപ്പിക്കുമെന്ന് അവർ പറഞ്ഞത്? ഉത്തരം റോമാക്കാർ. 295. ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിച്ചത് ആരാണ്? ഉത്തരം കയ്യഫാസ്. 296. യേശു ആരുടെ ഇടയിലാണ് പരസ്യമായി സഞ്ചരിക്കാതിരുന്നത്? ഉത്തരം യഹൂദരുടെ ഇടയിൽ. 297. യേശു ബദാനിയിലേക്ക് വന്നത് എന്നാണ്? ഉത്തരം പെസഹായ്ക്ക് 6 ദിവസം മുമ്പ്. 298. എന്തുകൊണ്ടാണ് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല എന്ന് ആരാണ് ചോദിച്ചത്? ഉത്തരം യൂദാസ് കറിയോത്ത. 299. ഒരു ദനാറ എന്നത് എന്താണ്? ഉത്തരം ഒരു ദിവസത്തെ കൂലി, അതായത് ഏകദേശം 5.7 ഗ്രാം വെള്ളിയുടെ മൂല്യം. 300. ആരുടെ കയ്യിലായിരുന്നു പണസഞ്ചി? ഉത്തരം യൂദാസ് കറിയോത്തായുടെ. 301. യേശു എവിടെയുണ്ടെന്നറിഞ്ഞാണ് ഒരു വലിയ ജനക്കൂട്ടം യഹൂദർ വന്നത്? ഉത്തരം ബഥാനിയ. 302. ആരെ കൂടി കൊല്ലാനാണ് പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചത്? ഉത്തരം ലാസറിനെ കൂടി. 303. യേശു ജെറുസലേമിലേക്ക് വരുന്നു എന്ന് കേട്ട് ഈന്തപ്പനയുടെ ശാഖകൾ എടുത്തുകൊണ്ട് അവനെതിരേൽക്കാൻ ആരാണ് പുറപ്പെട്ടത്? ഉത്തരം ഒരു വലിയ ജനക്കൂട്ടം. 304. ലാസറിനെ ഉയർപ്പിച്ച അടയാളത്തെക്കുറിച്ച് കേട്ടതിനാൽ യേശുവിനെ സ്വീകരിക്കാൻ വന്നത് ആര്? ഉത്തരം ജനക്കൂട്ടം. 305. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ എന്ന് ആരാണ് ചോദിച്ചത്? ഉത്തരം ഫരിസേയർ. 306. പീലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു? ഉത്തരം ഗലീലിലെ ബേത്സദായിൽ. 307. പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ആര് ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഗ്രീക്കുകാർ പീലിപ്പോസിനോട്. 308. ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് യേശുവിനെ അറിയിച്ചത് ആര്? ഉത്തരം അന്ത്രയോസും പീലിപ്പോസും. 309.
സ്വർഗത്തിൽ നിന്നുള്ള സ്വരം കേട്ടപ്പോൾ ഒരു ഡാഷ് അവനോട് സംസാരിച്ചു എന്ന് ചിലർ പറഞ്ഞു. ഉത്തരം, ഒരു ദൂതൻ. 310. ക്രിസ്തു എന്നേക്കും നിലനിൽക്കുമെന്നാണല്ലോ നിയമത്തിൽ കേട്ടിട്ടുള്ളത്. ഇത് ആരുടെ ചോദ്യമാണ്? ഉത്തരം, ജനക്കൂട്ടത്തിന്റെ. 311. അധികാരികളിൽ പലരും യേശുവിൽ വിശ്വസിച്ചെങ്കിലും ആരെ ഭയന്നാണ് അവർ അത് ഏറ്റുപറയാതിരുന്നത്? ഉത്തരം, ഫരിസേയരെ. 312. യേശുവിനെ നിരസിക്കുകയും അവന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ആരുണ്ടെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, വിധികർത്താവ്. 313. അന്ത്യദിനത്തിൽ ആരാണ് വിധിക്കുന്നത്? ഉത്തരം, യേശു പറഞ്ഞ വചനം. 314. ദൈവത്തിന്റെ കൽപ്പന എന്താണ്? ഉത്തരം, നിത്യജീവൻ. തുടർന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 315. ആരെല്ലാമാണ് ഗലാത്യക്കാർക്ക് ലേഖനം എഴുതുന്നത്? ഉത്തരം, പൗലോസും അദ്ദേഹത്തോടു കൂടിയുള്ള എല്ലാ സഹോദരരും. 316. ഏത് കാര്യത്തിലാണ് പൗലോസ് മുൻപന്തിയിലായിരുന്നത്? ഉത്തരം, യഹൂദ മതകാര്യങ്ങളിൽ. 317. പൗലോസ് ജെറുസലേമിലേക്ക് പോകാതെ ആദ്യം എവിടേക്കാണ് പോയത്? ഉത്തരം, അറേബ്യയിലേക്ക്. 318. കേപ്പായോടൊപ്പം എത്ര ദിവസമാണ് പൗലോസ് താമസിച്ചത്? ഉത്തരം, 15 ദിവസം. 319. ജെറുസലേമിൽ നിന്ന് പൗലോസ് എവിടേക്കാണ് പോയത്? ഉത്തരം, സിറിയയുടെയും കിലിക്കയുടെയും പ്രദേശങ്ങളിലേക്ക്. 320. പൗലോസിനെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ആരാണ്? ഉത്തരം, യൂദായിലുള്ള സഭകൾ. 321. പരിച്ഛേദിതർക്കുള്ള പ്രേക്ഷിത ദൗത്യം ആരിലൂടെയാണ് നിറവേറ്റപ്പെട്ടത്? ഉത്തരം, പത്രോസിലൂടെ. 322. പൗലോസ് ശ്ലീഹായുടെ തീവ്രമായ താല്പര്യം എന്താണ്? ഉത്തരം, പാവങ്ങളെ പറ്റിയുള്ള ചിന്ത. 323. വിജാതീയരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷിച്ചത് ആരാണ്? ഉത്തരം, കേപ്പ. 324. നേതൃത്വ സ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നത് ആരല്ല? ഉത്തരം, യാക്കോബ്, കേപ്പ, യോഹന്നാൻ. 325. കേപ്പ എവിടെ വന്നപ്പോഴാണ് പൗലോസ് ശ്ലീഹ അവനിൽ കുറ്റം കണ്ടത്? ഉത്തരം, അന്ത്യോക്യായിൽ. 326. എങ്ങനെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്? ഉത്തരം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. 327. ഡാഷ് വഴി ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല, പൂരിപ്പിക്കുക. ഉത്തരം, നിയമാനുഷ്ഠാനത്താൽ. 328. ആരെയാണ് വിശ്വാസം വഴി നീതീകരിക്കപ്പെടുന്നത്? ഉത്തരം, വിജാതീയർ. 329. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊപ്പം ഡാഷ് പ്രാപിക്കുന്നു, പൂരിപ്പിക്കുക. ഉത്തരം, അനുഗ്രഹം. 330. ആരാണ് വിശ്വാസം വഴി ജീവിക്കുന്നത്? ഉത്തരം, നീതിമാൻ. 331. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി ആരിലേക്കാണ് വ്യാപിക്കേണ്ടത്? ഉത്തരം, വിജാതീയരിലേക്ക്. 332. ഡാഷ് നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല, പൂരിപ്പിക്കുക. ഉത്തരം, പാരമ്പര്യാവകാശം. 333. എല്ലാവരും പാപത്തിന് അധീരരാണെന്ന് പ്രഖ്യാപിച്ചത്? ഉത്തരം, വിശുദ്ധ ഗ്രന്ഥം. 334. ഡാഷ് ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു, പൂരിപ്പിക്കുക. ഉത്തരം, വിശ്വാസം. 335. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഗലാത്യക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം, സ്നാനം. 336. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? ഉത്തരം, അബ്രാഹത്തിന്റെ. 337. കാലസമ്പൂർണതയിൽ ദൈവം ആരെയാണ് അയച്ചത്? ഉത്തരം, തന്റെ പുത്രനെ. 338. പുത്രനെങ്കിൽ ഡാഷ് അനുസരിച്ച് അവകാശിയുമാണ്, പൂരിപ്പിക്കുക. ഉത്തരം, ദൈവഹിതം. 339. ആരാണ് വാഗ്ദാന പ്രകാരം ജനിച്ചത്? ഉത്തരം, സ്വതന്ത്രയുടെ പുത്രൻ. 340. ആരാണ് സ്വതന്ത്ര? ഉത്തരം, സ്വർഗീയ ജെറുസലേം. 341. നമ്മൾ ആരെ പോലെ വാഗ്ദാനത്തിന്റെ മക്കളാണ്? ഉത്തരം, ഇസഹാക്ക്. 342. ഡാഷ് നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്, പൂരിപ്പിക്കുക. ഉത്തരം, അടിമത്തത്തിന്റെ.
343 എന്തിലൂടെ നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് കാത്തിരിക്കുന്നത്? ഉത്തരം പരിശുദ്ധാത്മാവിലൂടെ, വിശ്വാസം വഴി. 344 സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ ഡാഷ് ആണ് സുപ്രധാനം, പൂരിപ്പിക്കുക. ഉത്തരം വിശ്വാസം. 345 ആത്മാവിന് എതിരായിട്ടുള്ളത് എന്ത്? ഉത്തരം ജഡമോഹങ്ങൾ. 346 ജഡത്തിനെതിരായിട്ടുള്ളത് എന്താണ്? ഉത്തരം ആത്മാവിന്റെ അഭിലാഷങ്ങൾ. 347 ഇവയ്ക്കെതിരെ ഒരു നിയമവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം ആത്മാവിന്റെ ഫലങ്ങൾ. 348 തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചവൻ ആരാണ്? ഉത്തരം യേശു ക്രിസ്തുവിൽ ഉള്ളവർ. 349 സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്താണ്? ഉത്തരം നാശം. 350 ആത്മാവിനായി വിതയ്ക്കുന്നവൻ കൊയ്തെടുക്കുന്നത് എന്ത്? ഉത്തരം നിത്യജീവൻ. 351 നമുക്ക് മടുപ്പ് തോന്നാതിരിക്കേണ്ടത് എന്തിലാണ്? ഉത്തരം നന്മ ചെയ്യുന്നതിൽ. 352 പൗലോസ് ശ്ലീഹ ശരീരത്തിൽ എന്താണ് ധരിക്കുന്നത്? ഉത്തരം യേശുവിന്റെ അടയാളങ്ങൾ. തുടർന്ന് നമ്മൾ കാണാനായി പോകുക സാമുവേലിന്റെ 1-ാം പുസ്തകം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. 353 എൽക്കാന ഏത് വംശത്തിൽപ്പെട്ടവനായിരുന്നു? ഉത്തരം സൂഫ് വംശജൻ. 354 എൽക്കാന എവിടെ നിന്നുള്ളവനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടിലെ റമാത്തായിൽ. 355 ആരായിരുന്നു ഷീലോയിലെ പുരോഹിതന്മാർ? ഉത്തരം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. 356 എൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്ന ഹന്നായിക്ക് എത്രയാണ് ഓഹരി കൊടുത്തിരുന്നത്? ഉത്തരം ഒരംശം മാത്രം. 357 ദേവാലയത്തിന്റെ വാതിൽ പടിക്ക് സമീപം ആരാണ് ഇരുന്നത്? ഉത്തരം പുരോഹിതനായ ഏലി. 358 ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ ആരാണ് അവളെ ശ്രദ്ധിച്ചിരുന്നത്? ഉത്തരം ഏലി. 359 കാളക്കുട്ടിയെ ബലിയർപ്പിച്ചതിനു ശേഷം ശിശുവിനെ ആരുടെ അടുക്കലേക്കാണ് കൊണ്ടുവന്നത്? ഉത്തരം ഏലിയുടെ. 360 നിന്റെ നാവിൽ നിന്ന് പുറപ്പെടാതിരിക്കേണ്ടത് എന്ത്? ഉത്തരം ഗർവ്. 361 ആരുടെ വില്ലുകളാണ് തകരുന്നത്? ഉത്തരം വീരന്മാരുടെ. 362 ആഹാരത്തിനു വേണ്ടി കൂലിപ്പണി ചെയ്യുന്നവൻ ആര്? ഉത്തരം സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. 363 കുപ്പയിൽ നിന്ന് സമുദ്രിക്കുന്നത് ആരെ? ഉത്തരം അഗതിയെ. 364 അഗതിയെ എന്തിനാണ് അവകാശികളാക്കുന്നത്? ഉത്തരം ഉന്നത സ്ഥാനങ്ങൾക്ക്. 365 ആരുടെ പാദങ്ങളെയാണ് അവിടുന്ന് കാക്കുന്നത്? ഉത്തരം വിശ്വസ്തരുടെ. 366 ആർക്കെതിരായാണ് ആകാശത്തിൽ ഇടി മുഴക്കുന്നത്? ഉത്തരം പ്രതിയോഗികൾക്ക്. 367 മാംസം പാകം ചെയ്യുമ്പോൾ മുപ്പല്ലി കൊണ്ട് കുത്തിയെടുക്കുന്നത് ആരാണ്? ഉത്തരം പുരോഹിതന്റെ ഭൃത്യൻ. 368 സാമുവൽ ധരിച്ചിരുന്നത് എന്ത്? ഉത്തരം ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. 369 കർത്താവ് സാമുവേലിനെ ആദ്യം എത്ര തവണ വിളിച്ചു? ഉത്തരം 2. 370 സാമുവേലിനെ 3-ാമത് വിളിച്ചപ്പോൾ അത് കർത്താവാണെന്ന് ആർക്കാണ് മനസ്സിലായത്? ഉത്തരം ഏലിക്ക്. 371 എത്ര പ്രാവശ്യം കർത്താവ് സാമുവേലിനെ വിളിച്ചു? ഉത്തരം 4 പ്രാവശ്യം. 372 മക്കൾ ഡാഷ് പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാത്തത് മൂലം ഏലിയുടെ കുടുംബത്തിന് മേൽ ശിക്ഷാവിധി നടത്തും, പൂരിപ്പിക്കുക. ഉത്തരം ദൈവദൂഷണം. 373 അവന്റെ വാക്കുകളിൽ ഒന്നും വ്യർത്ഥമാക്കുവാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. ആരുടെ? ഉത്തരം സാമുവേലിന്റെ. 374 കർത്താവ് സാമുവേലിന് ദർശനം നൽകിയത് എവിടെ വെച്ച്? ഉത്തരം ഷീലോയിൽ. 375 സാമുവേലിന്റെ വാക്ക് ആരാണ് ആദരിച്ചത്? ഉത്തരം ഇസ്രായേൽ മുഴുവൻ. 376 ഇസ്രായേൽ എവിടെയാണ് പാളയം അടിച്ചത്? ഉത്തരം എബനേസറിൽ. 377 ഫിലിസ്തർ എവിടെയാണ് പാളയം അടിച്ചത്? അഫെക്കിൽ. 378
എവിടെ നിന്ന് കർത്താവ് ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരണമെന്നാണ് പറയുന്നത്? ഉത്തരം ഷീലോയിൽ നിന്ന്. 379 ഡാഷിലേക്ക് ആളയച്ച് ഡാഷ് മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പൂരിപ്പിക്കുക. ഉത്തരം ഷീലോ കെരൂബുകളുടെ. 380 ആരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്ര അട്ടഹാസത്തിന്റെ സൂചന എന്താണെന്നാണ് ഫിലിസ്തീർ തിരക്കിയത്? ഉത്തരം ഹെബ്രായരുടെ. 381 പാളയത്തിൽ ആര് എത്തിയിട്ടുണ്ടെന്നാണ് ഭയചകിതരായി ഫിലിസ്തീർ പറഞ്ഞത്? ഉത്തരം ദേവന്മാർ. 382 ആരാണ് ഫിലിസ്തീർക്ക് അടിമകളായിരിക്കുന്നത്? ഉത്തരം ഹെബ്രായർ. 383 ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ എത്ര പടയാളികൾ നിബന്ധിച്ചു? ഉത്തരം 30,000. 384 ഫിനെഹാസിന്റെ പുത്രന്റെ പേര് എന്താണ്? ഉത്തരം ഇക്കാബോത്ത്. 385 ദൈവത്തിന്റെ പേടകം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? ഉത്തരം എബെനേസറിൽ നിന്ന് അഷ്തോദിലേക്ക്. 386 ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം എവിടേക്ക് കൊണ്ടുപോകണമെന്നാണ് ഫിലിസ്തീൻ പ്രഭുക്കൾ പറഞ്ഞത്? ഉത്തരം ഗത്തിലേക്ക്. 387 ഗത്തിലുള്ളവർ കുരിക്കൽ മൂലം കഷ്ടപ്പെട്ടപ്പോൾ പേടകം എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം എക്രോണിലേക്ക്. 388 പേടകം എക്രോണിലെത്തിയപ്പോൾ ആരാണ് മുറവിളി കൂട്ടിയത്? ഉത്തരം തദ്ദേശവാസികൾ. 389 കർത്താവിന്റെ പേടകം എത്ര മാസമാണ് ഫിലിസ്തീനയുടെ കയ്യിലായിരുന്നത്? ഉത്തരം 7 മാസം. 390 6-ാം അധ്യായത്തിലെ ചോദ്യങ്ങൾ മാത്രമുള്ള വാക്യം ഏത്? ഉത്തരം 1 സാമുവേൽ 6:6. 391 ആരാണ് ബെത്ഷെമെഷ് അതിർത്തി വരെ അനുധാവനം ചെയ്തത്? ഉത്തരം ഫിലിസ്തീയ പ്രഭുക്കന്മാർ. 392 വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്ന ബെത്ഷെമെഷിലെ ജനങ്ങൾ തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? ഉത്തരം കർത്താവിന്റെ പേടകം. 393 കർത്താവിന്റെ പേടകവും സ്വർണ്ണ ഉരുപ്പടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കിയത് ആരാണ്? ഉത്തരം ലേവ്യർ. 394 ഇസ്രായേൽ മുഴുവൻ മിസ്രയീമിൽ ഒരുമിച്ച് കൂടുവിൻ എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം സാമുവൽ. 395 ഇസ്രായേൽക്കാർ എവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോഴാണ് ഫിലിസ്തീൻ പ്രഭുക്കന്മാർ ഇസ്രായേലിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? ഉത്തരം മിസ്പായിൽ. 396 ഫിലിസ്തീനിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവമായ കർത്താവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണമേ എന്ന് ഇസ്രായേൽക്കാർ ആരോടാണ് അപേക്ഷിച്ചത്? ഉത്തരം സാമുവേലിനോട്. 397 മുലകുടി മാറാത്ത ഒരു ആട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചത് ആരാണ്? ഉത്തരം സാമുവൽ. 398 ഇതുവരെ ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിനിട്ട പേര് എന്താണ്? ഉത്തരം എബെനേസർ. 399 എബെനേസർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം സഹായശില. അവസാന ചോദ്യം 400 സാമുവേലിന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഏത്? ഉത്തരം റാമ.